ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഉഴുന്ന് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഉഴുന്ന് വട പുതിയൊരു ട്രിക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുരുങ്ങിയത് 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുക്കണം. അതിനുശേഷം നമുക്കിത് അരച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ഉഴുന്നൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒന്നുകിൽ ഒന്നിച്ചിട്ടിട്ട് തന്നെ അരച്ചിട്ടെടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചിട്ടെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയിട്ടെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിതുകൊണ്ട് നന്നായിട്ട് തന്നെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, എരിഞ്ഞനുസരിച്ചിട്ട് പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന ഉഴുന്നിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഉഴുന്ന് വടേൻ്റെ പുറം ഭാഗമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫ്രൈ പാനിൽ ഇതുപോലെ പരന്ന പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം നമുക്ക് കുറച്ചധികം എണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലുള്ളൊരു തവി എടുത്തിട്ടുണ്ട്. അതിന് മേലെ ആയിട്ട് ഞാൻ കുറച്ച് വെള്ളം നനച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ തവിയുടെ മേലെ ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വടയുടെ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൈ നനയാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഉഴുന്ന് വടയുടെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തവിയുടെ ബാക്കിൽ ബാക്കി ഒട്ടി പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്നങ്ങ് തുടച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ വെള്ളം നനച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ബാറ്റർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊരു വടയുടെ ഷേപ്പിലാക്കിയെടുക്കുക. ഇത് ഇത്ര പണിയാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം അത് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം വേണം നമ്മൾ ഉഴുന്ന് വട ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഫ്ലെയിം ഒത്തിരി അങ്ങ് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് വരാത്തൊരു പ്രശ്നമൊക്കെ വരും. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തവി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉഴുന്ന് വട ഷേപ്പ് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ 5 എണ്ണം വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം ഒന്നങ്ങ് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉഴുന്ന് വട ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ
അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ വേണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഉഴുന്നോടെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്, അതുപോലെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.